വീടിന് എന്ന് വൃത്തിയാവും മേഡം. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ എന്നുള്ളൊരു പദ്ധതിയാണ്. ഇതിൽ 1000 രൂപയുടെ ഒരു കൂപ്പൺ എടുക്കുമ്പോൾ വീടും വസ്തുവും വാഹനങ്ങളും അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. മാഡത്തിന് നല്ലൊരു വീട് ചിലപ്പോൾ ഈ ഒരു 1000 രൂപയുടെ കൂപ്പൺ എടുക്കുമ്പോൾ മാഡത്തിനായിരിക്കും സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ഒരു കൂപ്പൺ എടുക്കുമ്പോൾ 5 ടോക്കണുകളാണ് നമ്മൾ ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത്. അതുമാത്രമല്ല 8ഓളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരവും, അതും മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തികളിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ മെഗാ ലക്കി ഡ്രോ ഡിസംബർ 30-നും എല്ലാ മാസവും 14-ാം തീയതി ഞങ്ങളുടെ ചെറിയ ചെറിയ നറുക്കെടുപ്പുകൾ, അതും ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ മാസവും 14-ാം തീയതി ഇത്തരത്തിലൊരു നറുക്കെടുപ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പം മാഡം ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത്രയും സമ്മാനങ്ങൾ കിട്ടുമോ? അതെ, ഇത്രയും സമ്മാനങ്ങൾ കിട്ടും മാഡം. അപ്പോൾ മാഡത്തിന് കൂപ്പൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ മാഡം, ശരി. വിളിക്കാം ചേട്ടാ. ഇപ്പോ ചാരിറ്റബിൾ ട്രസ്റ്റ്, വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഒരു കൊച്ചുകൂടെ വന്നായിരുന്നേ. ഈ നോട്ടീസ് കൊണ്ടുവന്നു. ഒരു ഞറക്കെടുപ്പുണ്ട്, 1ാം സമ്മാനം 10 പേർക്ക് ഒരു താവക്കം, 9 വീടുകളുണ്ട്. നമുക്ക് ചിലപ്പോ ഭാഗ്യം കിട്ടിയാലോ? അതല്ല ഞാൻ പറഞ്ഞേ, 9 വീടുകൾ കിട്ടും. ഈ വീടിന്റെ അവസ്ഥ നീ കണ്ട? ഇത് എത്ര രൂപ ടോക്കൺ എടുക്കണേ? 1000 രൂപയേ ഉള്ളൂ. ഈ ഒരു കൂപ്പൺ എനിക്ക് എന്തായാലും നടക്കുന്ന കാര്യമല്ല. ഇത് നോക്ക്, വീടിന്റെ സ്ഥിതി നീ കണ്ട? വീടിന്റെ സ്ഥിതി കണ്ടതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിന്റെ 9 വീടാണ് കിട്ടുന്നത്. ചിലപ്പോ എനിക്ക് ആ ഭാഗ്യം കിട്ടിയാലോ? എനിക്ക് ചിലപ്പോൾ ഞറക്കെടുപ്പിന് ഡിസംബർ 30-ാം തീയതി, ഡിസംബർ 30 ഇനി ആകെ 8 മാസം പോലും ഇല്ല. എനിക്ക് എന്തായാലും ഒരു ടോക്കൺ എടുക്കണം. വളരെ നോക്ക്, അതെല്ലാം പോയി കിടക്കുകയാണ്. ഈ വീട് പണിയും ഞാൻ 1000 രൂപ കൊടുത്ത് ടോക്കൺ എടുക്കൂ. 1000 രൂപ കൊടുത്ത് എന്തായാലും ഈ വീട് മൊത്തം പണിയാൻ പറ്റൂലല്ലോ. 1000 രൂപ എനിക്ക് എന്തായാലും വേണം. 2 ദിവസം കഞ്ഞി കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് 1000 രൂപ വേണം. ഇതിൽ എത്ര വീടുണ്ടെന്ന് പറയുന്നത്? 9 വീട്. 9 വീടും ഒരു താവൂക്ക് കമ്പനിയും ഉണ്ട്. ആദ്യത്തെ സമ്മാനമായിട്ട് അവർ അതാണ് കൊടുക്കുന്നത്. 2ാം സമ്മാനമായിട്ട് 10 സെന്റ് ഒരാൾക്ക്, 5 സെന്റ് വീതം 2 പേർക്ക്, 5 സെന്റ് വീതം 10 പേർക്കുണ്ട്. എന്താ നമുക്ക് പിന്നെ എടുക്കാം? പിന്നെ എടുത്താൽ ശരിയാവൂല. അത് എടുക്കണം എന്ന് പറയണ ചുമ്മയാണ്. പിന്നീട് നടക്കൂല. എനിക്ക് ഇപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ എടുക്കണം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഈ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചു നോക്കി. വിളിച്ചാൽ മതി. എന്നെ കൊണ്ട് നടക്കൂല. ഇത് കണ്ടാ നീ വീടിന്റെ അവസ്ഥ? വീടിന്റെ അവസ്ഥയൊന്നും എനിക്കറിയാം. എനിക്ക് ടോക്കൺ എടുത്തേ പറ്റുള്ളൂ. എനിക്ക് എടുത്തേ പറ്റുള്ളൂ. കാര്യം 1000 രൂപ കൊടുത്തപ്പോ വീട് ശരിയാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്ക് എടുക്കണം. ഇഷ്ടം. പിന്നെ മാസം തോറും ഉണ്ട്. ഞാൻ 9 വീടുണ്ടല്ലേ? 9 വീടുണ്ടാ? 9 വീട് ഒരു കമ്പനി ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും നോക്കാം, നമുക്ക് ഒരെണ്ണം എന്തായാലും. പിന്നെ മാസം തോറും ഉണ്ടെന്ന് പറഞ്ഞു ഞറക്കെടുപ്പ്. നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ വിളിക്കാം. വിളി ഈ നമ്പരാ. ആ കൊച്ചി ഈ നമ്പരാ പറഞ്ഞു. ഏതായിരുന്നു? ഈ നമ്പറല്ലേ? താഴെ കാണുന്ന നമ്പറല്ലേ? വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ്. എല്ലാ മാസവും 14-ാം തീയതിയാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ഗോൾഡ് കോയിനും മൊബൈൽ ഫോണും TV ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മാസം എടുത്താൽ 8 നറുക്കെടുപ്പ് കിട്ടും. ഇപ്പൊ തന്നെ എടുക്കാം. ശരി. ആശ്രയ സമ്മാന പരിപാടിയല്ലേ? ഞങ്ങൾക്കൊരു ടോക്കൺ വേണമായിരുന്നു കേട്ടോ. വരൂ ഞാട്ട്. ഓക്കെ. ശരി. ഇതോടുകൂടി നമുക്ക് ഭാഗ്യം തെളിഞ്ഞാലോ ചിലപ്പോ ഞങ്ങൾക്കാണ് ആ 1ാം സമ്മാനത്തിൽ ഏതെങ്കിലും ഒരു വീട് കിട്ടുന്നെങ്കിൽ രക്ഷപ്പെട്ടെങ്കിൽ ഇതിനാകുമ്പോ പണിയാനൊന്നും പോണ്ട. അതെ, ഇനിയിപ്പോ കടം വാങ്ങിക്കാൻ ഇത് നമുക്ക് വീടില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാം. അതെ. അല്ല, അതെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ കൊടുത്താലോ? കൊടുക്കാന്നാ? അങ്ങനെ കൊടുക്കാം. നമുക്ക് വേറെ വീട് ഇതുവഴി കിട്ടിയാൽ നമ്മൾ ഈ വീട് ആരെങ്കിലും താമസിച്ചോട്ടെ. ഓക്കെ. എന്തായാലും നമുക്കിത് കിട്ടും. 9 വീടില്ലേ? 9 വീട് ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി അടിച്ചാലും ഒരുപാട് സമ്മാനങ്ങൾ അല്ലാതെ ഉണ്ട്. ഇഷ്ടം പോലെ 6 സമ്മാനങ്ങൾ വരെ ഇല്ലേ. പിന്നെ മാസം തോറും ഞറക്കെടുപ്പുണ്ട്. എന്തായാലും ഒരു സമ്മാനം ഉറപ്പാണ്. ശരി. എനിക്ക് എന്തായാലും എടുത്ത് ആ കുട്ടി തന്നെ. ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പരിപാടിയുടെ ഭാഗമാകണമെന്നും പറഞ്ഞു ഭയങ്കര ബഹളം. തീർച്ചയായിട്ടും അത് ഭാഗമാകേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പുണ്യ പ്രവൃത്തിയായിരിക്കും അത്. കാരണം നമുക്ക് ഈ ഒരു സമ്മാനം കിട്ടുന്നത് എന്നതിൽ പരം ഒരു കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാകാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മുടെ അത് ഈ ട്രസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള കാരുണ്യ പ്രവൃത്തി അല്ലേ? അതെ. പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പം അതിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ എടുക്കുന്ന എല്ലാവർക്കും പങ്കാളികൾ. പിന്നെ അതോടൊപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഡെയിലി ഓരോ ഇതിലും വന്നോണ്ടിരിപ്പുണ്ട് ഓരോരുത്തർ വീട് ഇതേപോലെ ലക്കി ഡ്രോ എന്നും പറഞ്ഞു. അതെ,
അതൊക്കെ എനിക്ക് തോന്നുന്നു അവരെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലേ. അപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് ചെയ്യുമ്പോൾ അത് വഞ്ചിക്കപ്പെടാം. നിരവധി പേർ അത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്നു, അവരുടെ പൈസ പോയിട്ടുണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് നമ്മൾ ലൈവിലൂടെയാണ് ഈ ഒരു വ്യക്തികളുടെ കൂപ്പൺ എടുത്ത വ്യക്തികളുടെ ടോക്കൺ ഇടുന്നത്. അത് ഒരു കൂപ്പൺ എടുക്കുമ്പോൾ 5 ടോക്കണുകളാണ് നമ്മൾ ആ ലൈവ് ബോക്സിൽ നിക്ഷേപിക്കുന്നത്. അതായത് ഒരു കൂപ്പൺ ഇപ്പൊ ഞങ്ങൾ എടുത്തു 1000 രൂപ കൊടുത്ത് ഒരു കൂപ്പൺ എടുത്തു. ഇതാണ് നമ്മുടെ ഒരു കൂപ്പൺ വരുന്നത്. ഇതാണ് ഇതില് ടൈം, പ്ലേസ്, ഫോൺ നമ്പർ, ഏതാണ് ലക്കി ഡ്രോ എന്നുള്ളത് അല്ലേ. അപ്പം ഈ സെയിം നമ്പറിലുള്ള 5 ടോക്കണുകളാണ് നമ്മൾ ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത്. അതേപോലെ സീലും ഉണ്ടല്ലേ, സീൽ ചെയ്ത് നമ്മുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തതാണ്. അപ്പൊ ഇത് ഒരു കൂപ്പൺ നമ്മൾ 1000 രൂപ കൊടുത്ത് വാങ്ങുന്നു. അത് മാത്രമല്ല എല്ലാ മാസവും 14-ാം തീയതി നറുക്കെടുപ്പുണ്ട്. അതിൽ എല്ലാത്തിലും പങ്കാളികളാകാനുള്ള ഒരു അവസരം കൂടി. അപ്പൊ അതിന് ഞങ്ങൾ വേറെ എന്തെങ്കിലും പൈസ തരണോ? വേറെ ഒരു പൈസയും തരണ്ട, നിങ്ങൾ ഈ ഒരു തുക മാത്രം അടച്ചാൽ മതി. നിങ്ങൾക്ക് ഇനിയിപ്പോ അടുത്ത് ഈ വരുന്ന ഇപ്പൊ മെയ് 14-നാണ് നമ്മുടെ ആദ്യത്തെ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ഡിസംബർ വരെ 8ഓളം നറുക്കെടുപ്പുണ്ട്. ഡിസംബർ വരെ 8ഓളം നറുക്കെടുപ്പുണ്ട്. സമ്മാനം കിട്ടുന്നവർക്ക് വീണ്ടും ചുമ്മയല്ല കിടന്ന് ബഹളം വെച്ചത് കേട്ടോ. ഈ മാസത്തെ കാര്യമുള്ളതായിരുന്നു, അതാണ് ലാഭം മുമ്പേ എടുക്കുന്നതാണ്. അത് മാത്രല്ല 100 വീട് പദ്ധതിക്ക് ഞങ്ങളെ പേരും കൂടെ അതിൽ എഴുതി ഇട്ടേക്കണേ. കാര്യം സന്തോഷത്തോടെ കൊടു. മാഡം നമ്മൾ ഈ തുകയൊക്കെ ഉപയോഗിക്കുന്നത് കൊടുത്തിട്ട് പേരെഴുതി വാങ്ങിട്ട് പേരെഴുതി അതെ. മാഡത്തിന്റെ പേരെന്ന് പറയും. എന്റെ പേര് എഴുതാം. 2 പേരെ പേരും എഴുതിയാൽ മതി. എന്റെ പേരെന്ന് പറഞ്ഞാൽ പെമ്പിള്ളരെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അവരവസാനം ഇവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് അവരൊക്കെ എന്നെ അടുത്ത് കരിയപ്പലാണ്. ഒട്ടും വിശ്വസിക്കാൻ പറ്റാ. ആര് പറഞ്ഞു? രണ്ടുപേരെയും പേരെ എഴുതിയിട്ട് 2 പേരെ എഴുതി ഇട്ടാ മതി. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു വീടെങ്കിലും ഭഗവാനെ. എനിക്ക് കിട്ടിയിരുന്നല്ല, നമുക്ക് കിട്ടിയെന്ന് പറയാം. എനിക്ക് അവിടെയും പറയണണ്ട, എനിക്ക് കിട്ടിയ ഇതാണ് കുഴപ്പം. പെണ്ണുങ്ങളാ ഇതുപോലെ നമ്മുടെ കൂപ്പണിന്റെ ബാക്ക് സൈഡിലും നിങ്ങളുടെ എഴുതും. അപ്പൊ ഈ നറുക്കെടുപ്പിന് ഉപയോഗിക്കുന്നത് ടോക്കനാണ് അല്ലേ? ടോക്കനാണ്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഓഫീസിൽ സിസ്റ്റത്തിലും രജിസ്റ്റർ ബുക്കുകളിലും എല്ലാത്തിലും രേഖപ്പെടുത്തിയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് അവിടെ പരിശോധിക്കാവുന്നതാണ്. അപ്പൊ യാതൊരുവിധ കള്ളത്തരവും ചെയ്യാതെ സത്യസത്രയും കൃത്യതയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു 1000 രൂപയ്ക്കും അത്രയധികം വിലമതിക്കുന്നത് കൊണ്ട് എന്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ ഓഫീസ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ബാക്ക് സൈഡിൽ ഹൗസിംഗ് ബോർഡിന്റെ അടുത്ത് ശാന്തി. നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോകണം കേട്ടോ. ഞങ്ങൾ നറുക്കെടുപ്പിന്റെ തീർച്ചയായും എല്ലാവർക്കും 14-ാം തീയതി, ആദ്യത്തെ മെയ് 14-ാം തീയതി അല്ലേ? അന്ന് എന്തൊക്കെയാണ് സമ്മാനങ്ങൾ? അന്ന് ഗോൾഡ് കോയിൻ, മൊബൈൽ ഫോൺ, TV അങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങൾ. ഒരെണ്ണം കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ അത് പാട്ട ഇരുന്ന് അങ്ങനെ ഒന്നും പറയണ്ട. ഒരിക്കൽ ചിത്രം വരും, അത് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അടുത്ത ചിത്രം. കാവ്യമാധവന്റെ തല എവിടെയും ബാക്കി ഭാഗങ്ങൾ ഇവിടെയാണ് കാണിക്കണം. എന്നേ മാറാനുള്ളതായിരുന്നു എന്നറിയാം. അപ്പൊ അങ്ങനെ ഈ 8ഓളം നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സമ്മാനങ്ങളും ലഭിക്കാം. അതുകൊണ്ടാണ് നമ്മൾ 5 ടോക്കണുകൾ ഒരു നമ്പറിൽ ഇടുന്നത്. അപ്പൊ മാഡം എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും നിരവധി പേരെ ഇതിലേക്ക് ചേർക്കാൻ പറ്റും. ഇത് മാത്രമല്ല ഇതിലൊരു തൊഴിലവസരം കൂടി ലഭിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗ് ആയിട്ട് നമ്മുടെ ഈ ഒരു കൂപ്പൺ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന പൊസിഷനിലേക്കാണ് നമ്മൾ ആ ഒരു വ്യക്തിയെ തൊഴിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും അവർക്ക് ഈ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകാം. അപ്പോൾ ഒരു കൂപ്പൺ വിൽക്കുന്നവർക്ക് 100 രൂപ എന്നുള്ള 100 രൂപ ഒരു ടോക്കൺ വിൽക്കുന്നവർ ഞങ്ങൾക്കൂടെ കുറച്ച് ടോക്കൺ തരുമോ? എന്തായാലും ഞങ്ങൾ ഒരു 10 എണ്ണം ഡെയിലി വെക്കും. ഞാൻ വെക്കും 10 എണ്ണം. നീ അയൽക്കൂട്ടത്തിലൊക്കെ കൊടുത്ത് 10 എണ്ണം ഡെയിലി കൊടുക്കണം. 1000 രൂപയായി ഡെയിലി. തൊഴിലുറപ്പും കുടുംബശ്രീയിലൊക്കെ ഞാനും കൊടുത്തേ. 1000 രൂപയാണ്. അത് തന്നെ ഈ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന നേരം കൊണ്ട് നീ അത് 10 പേർക്ക് കൊടുക്കാൻ നോക്ക്. അപ്പൊ ഞങ്ങൾക്കൂടെ ടോക്കൺ തന്നിട്ട് നോക്കോ? ഓക്കെ മാഡം, തരാം, തീർച്ചയായിട്ടും തരാം. അപ്പൊ കേരളത്തിലെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഈ ഒരു പദ്ധതി നമ്മൾ വിജയകരമാക്കാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ശരി മാഡം, നമ്മുടെ ഒരു പദ്ധതിയിലേക്ക് പങ്കുചേർന്നതിന് വളരെയധികം നന്ദി. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു പദ്ധതിയിൽ ഭാഗമാക്കി എന്തായാലും വീട് ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അത് തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പിന്നെ നോക്കിക്കോ, എന്റെ 1000 രൂപയാണ് പോയത്. വീട് കിട്ടും അല്ലേ? 1000 രൂപ പോയാ എന്ത് വീട് കിട്ടൂലേ? വീടും എന്തെല്ലാം സമ്മാനങ്ങളാ കിട്ടിയാ മതിയായിരുന്നു.